ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. കരങ്ങളെ ഉയർത്തി സന്തോഷമുള്ളവർ. ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു? എല്ലാവരും സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തിയ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം പകൽ, സഭയുടെ ഉപവാസ പ്രാർത്ഥനയുടെ 1ാമത്തെ ദിവസം പകൽ, ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത്, നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മറ്റാർക്കും ലഭിക്കാത്ത മകൾ സന്തോഷം സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയതുകൊണ്ട്, കർത്താവ് കരുതിയതുകൊണ്ട്, ആമേൻ, കർത്താവ് ഒരിക്കൽ കൂടി എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്തതുകൊണ്ട്, ആമേൻ, നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം, ആമേൻ, എനിക്ക് ഭാഗ്യം തന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത സന്തോഷത്താൽ കർത്താവ് നിറച്ചല്ലോ, പരിപാലിച്ചല്ലോ. നമ്മളെല്ലാവരെയും കർത്താവ് ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചു. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത വന്നില്ലെന്നല്ല, കഷ്ടതകൾ വന്നു, പ്രയാസങ്ങൾ വന്നു, ആമേൻ, പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് വന്നു. പക്ഷേ ഇതിലൊക്കെയും നമ്മൾ, ആമേൻ, പട്ടുപോകാതെ വണ്ണം, ആമേൻ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുമിച്ച് പരിപാലിച്ച് നടത്തിയ കൃപകളെ ഓർത്ത് ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒത്തിരി ദൂരെ നിന്നും, ആമേൻ, ഹല്ലേലൂയ, ഒരു പ്രെയർ അറ്റൻഡ് ചെയ്യണം എന്ന്, ആമേൻ, ചിന്തിച്ച് കടന്നു വന്ന പ്രിയ ആൻറ്റിമാരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ, ആമേൻ, ഇറങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. പക്ഷേ ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുന്നു എന്നുള്ളൊരു സമയം വരുമ്പോൾ, മീറ്റിംഗ് ഉണ്ടെന്ന് കരുതുമ്പോൾ, കുഞ്ഞാൾ അന്നത്തെ ദിവസം ഉറക്കം എഴുന്നേൽക്കത്തില്ല. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ വളരെ നിർബന്ധിച്ചിട്ടായിരിക്കും അവൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ വീട്ടിലുണ്ട്, എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഇവൻ ചാടി എഴുന്നേൽക്കും. അന്നത്തെ ദിവസം എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പോൾ കുറച്ച് ദൂരം ഒന്ന് ചിറ്റിയാണ് ആമേൻ വീട്ടിലാക്കേണ്ടത്. അപ്പോൾ രാവിലെ ഞാൻ നോക്കിയിട്ട് കുഞ്ഞാൾ എഴുന്നേൽക്കുന്നില്ല. എനിക്ക് പ്രെയർ ഇടണം, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി രാവിലെ. ആമേൻ. ചില സമയങ്ങൾ വരുമ്പോൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയെ ശരിക്കും മിസ് ചെയ്യും. എൻ്റെ ആ പാരൻസിനെ മാത്രമല്ല, പാസ്റ്റർ പാരൻസിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് കണ്ണുനീർ വരും. ചിലപ്പോൾ അത് ദേഷ്യമായിട്ട് ഞാനത് എക്സ്പ്രഷൻ ചെയ്യും, അല്ലെങ്കിൽ അത് കണ്ണുനീരായിട്ട് ഞാൻ എക്സ്പ്രഷൻ ചെയ്യും. അവനെ ഒത്തിരി ടൈം അവനെ വിളിച്ചുണർത്തി അവനെ കൊണ്ട് നടന്ന് ഞാനും പാസ്റ്ററുടെ മൽയുദ്ധം നടത്തിയിട്ടും ഇവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ചിന്തിക്കുന്നു, ഒരു സൈഡിൽ പാസ്റ്റിൻ്റെ ഉള്ളിനകത്തും കരഞ്ഞു കാണും, അപ്പുറത്തെ സൈഡിൽ പാസ്റ്റിന് വിഷമാവുമെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിനകത്തും കരഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ട് ഞാൻ ചിന്തിച്ചു, കർത്താവേ, രാവിലെ ചർച്ചിൽ പോവുകയാണല്ലോ, ഇത്രയും മനസ്സിൽ സങ്കടത്തോടെ പോകാനുള്ള സാഹചര്യം വരുന്നല്ലോ. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഞാൻ ഇന്ന് വരെ ഈ ആൻറ്റിയൊക്കെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആൻറ്റി എന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്, മക്കളെ മോളെ എന്നൊക്കെ വിളിക്കും, സംസാരിക്കും. പക്ഷേ ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. ആൻറ്റി കഴിഞ്ഞ സൺഡേ ആൻറ്റി ഇവിടെ ചർച്ചിൽ വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അവർ 2 ഫാമിലി ഒരുമിച്ച് വരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ബസ്സിൻ്റെ ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തന്നെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി തന്നെ വരരുത്, ആരെങ്കിലും കൂടെ വരുവാണെങ്കിൽ ആൻറ്റി വന്നോ, ഒറ്റയ്ക്ക് വരണ്ട. പക്ഷേ ആൻറ്റിക്ക് ഇത്രയും പ്രായം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇന്നിവിടെ വന്നപ്പോൾ മോളെ എന്ന് പറഞ്ഞ് ആ പിടിച്ച ആ സ്നേഹത്തിൽ, പ്രിയ ദൈവമക്കളെ, ലോകത്ത് പ്രസവിച്ച് വളർത്തുന്ന ഏതമ്മയെക്കാളും, എൻ്റെ അമ്മയിലെ അമ്മ മരിച്ചുപോയി, അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതുപോലെയാണ്, ഞാൻ വരുന്നത് കാത്തിരിക്കും. ഇതുപോലെയാ കെട്ടിപ്പിടിച്ച് അമ്മ സ്നേഹം പ്രകടിക്കുന്നത്. 3 മാസമായി ആ ഒരു കരുതൽ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. അതെപ്പോഴും എൻ്റെ മനസ്സിൽ, എൻ്റെ എല്ലാ സമയങ്ങളിലും, ഓരോ സെക്കൻഡിലും ഞാൻ ഓർത്ത് കരയാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതറിയാം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ആ മാതാവ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം എനിക്കൊന്ന് കരയണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഞാൻ അങ്ങ് പിടിച്ചു നിർന്നു. അത് കഴിഞ്ഞിട്ട് പ്രിയ മാതാവ് എൻ്റെ കയ്യിലൊരു പൊതി എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറയട്ടെ, ഒരമ്മ മക്കൾക്ക് എങ്ങനെ കരുതുന്നത്. കാരണം അടുത്തിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് 2 മക്കളുണ്ടെങ്കിൽ ഒരു മക്കളോട് ഇച്ചിരി സ്നേഹം കൂടുതലാണെങ്കിൽ അടുത്തയാൾ കാണാതെ എങ്ങനെ അത് രഹസ്യമായി ഏൽപ്പിക്കുന്നു, അതുപോലെ ആ ഒരു കരുതൽ. പ്രിയ ദൈവമക്കളെ, എന്തിന് നമ്മൾ സങ്കടപ്പെടുന്നു?
വേദനപ്പെടുമോ, എന്തിന് നമ്മൾ വേദനപ്പെടുമോ, ആമേൻ, ആ കരുതൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. കാരണം അപ്പൻ്റെ പുസ്തകവുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഇടയിൽ തള്ളപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങൾ അവരോടൊപ്പം അവരുടെ ലെവലിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് എന്നോടൊപ്പം ചിലരൊക്കെ കൂടെ ഉണ്ടായിരിക്കുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവരെന്നെ തറയിലും വെക്കത്തില്ല, താഴെയും വെക്കത്തില്ല, അവരെന്നെ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ പെട്ടകം ചുമന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവരിൽ നിന്നും ഒരു വ്യത്യസ്തത എൻ്റെ ജീവിതത്തിനകത്തുള്ളത് കൊണ്ടും ഞങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവരിൽ നിന്നും ഒരു വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് പല സ്ഥാനത്തും, ആമേൻ, അവർ ഞങ്ങളെ അംഗീകരിക്കാത്തത്. പക്ഷേ ലോകം തരുന്ന സ്നേഹത്തെക്കാൾ, ആമേൻ, ബൈബിൾ പറയുന്നു, ആമേൻ, ആമേൻ, എൻ്റെ നാമം നിമിത്തം നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അത് ദൈവം 100 മടങ്ങായി മടക്കി നൽകും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, 2 അമ്മമാരെ നഷ്ടപ്പെട്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, എവിടെ ചെന്നാലും എവിടെ, ആമേൻ, ഞങ്ങളെ ആര് കണ്ടാലും അമ്മയെപ്പോലെ സ്നേഹിക്കാനും മക്കളെപ്പോലെ സ്നേഹിക്കാനും സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കാനും, ആമേൻ, ആയിരക്കണക്കിന് പേരെ ദൈവം ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നും അല്ല. പ്രിയ ദൈവമക്കളെ, എവിടെ സമർപ്പിക്കപ്പെടുമോ, എവിടെ ഞാൻ ഒന്നുമല്ലെന്ന്, ആമേൻ, ആര് സമർപ്പിക്കുമോ അവരെ കർത്താവ് പണിയുക തന്നെ ചെയ്യും. ആമേൻ. പ്രിയ മാതാവിനെയും കുടുംബത്തെയും കടന്നു വന്ന പ്രിയ സഹോദരിയെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പകലിൽ എനിക്ക് തന്ന ആ നല്ല സന്തോഷത്തിൻ്റെ മൊമെൻറ്റ്സ്, ആമേൻ, ദൈവകൃപയാൽ ഞാൻ ഓർക്കുന്നു. ദൈവം ധാരാളമായി ആരോഗ്യത്തോടെ ബലത്തോടെ പരിപാലിക്കട്ടെ. ആ അമ്മയെ പറഞ്ഞപ്പോൾ ഒത്തിരി പേർ ലൈവിലും, ആമേൻ, ഇതിനകത്തും അസൂയ പൂണ്ടിരിക്കുന്നവരും ഉണ്ട്. കാരണം, ആമേൻ, എനിക്ക് അമ്മമാരെ, ആമേൻ, കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, അവസ്ഥയാണ്. പ്രത്യേകിച്ച് സഹോദരന്മാരെ കൊണ്ടാണെങ്കിൽ അതിനേക്കാൾ എനിക്ക് പൊറുതിമുട്ടി. കാരണം, ആമേൻ, ആമേൻ, എൻ്റെ, ആമേൻ, ഫാമിലിയിൽ നിന്ന് ലഭിക്കാത്ത, ആമേൻ, വലിയ അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ ചർച്ചിനകത്തുണ്ട്. ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും, എവിടെ ഞങ്ങൾ, ആമേൻ, ദൂരയാത്ര ചെയ്താലും ഞങ്ങൾ പറയുന്നൊരു വിഷയമാണ്, ഞായറാഴ്ച നൈറ്റ് തിരിച്ച്, ആമേൻ, സൺഡേ മോർണിംഗിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തുന്ന രീതിയിലാണെങ്കിൽ മാത്രമുള്ള മീറ്റിങ്സ് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. കാരണം, ആമേൻ, ഞങ്ങളുടെ സഭയാണ് ഞങ്ങളുടെ എല്ലാം. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പൻ, അമ്മ, ആമേൻ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം, ഞങ്ങളുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ സന്തോഷവും ഞങ്ങളുടെ സഭയാണ്. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരുടെയും, ആമേൻ, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും, ആമേൻ, ഞാൻ അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറഞ്ഞത്. എനിക്ക് ഒത്തിരി അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. പ്രത്യേക, ആമേൻ, ബിജു ബ്രദറിനെ പറയാതിരിക്കാൻ വയ്യ. എനിക്കൊരു, ആമേൻ, എന്തെങ്കിലും ഒരു വയ്യായിക എന്ന് പറഞ്ഞാൽ പാവം, ആമേൻ, എന്നെ വിളിക്കും. ആമേൻ, ആ ശബ്ദം കേൾക്കാതെ, ആമേൻ, സമാധാനം ഉണ്ടാകത്തില്ല. ഇതിനൊന്നും, ആമേൻ, ഞങ്ങളൊന്നും കൊടുത്തിട്ടല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ദൈവിക സ്നേഹമാണ്. അതെന്നും, ആമേൻ, മരണം വരെയും, ആമേൻ, ആമേൻ, എന്നും അത് സന്തോഷത്തോടെ നിലനിൽക്കട്ടെ. ഒരുമിച്ച് അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നപ്പോൾ രാത്രി ഞാൻ ഒത്തിരി സമയം ബൈബിൾ വായിച്ചു. തലവേദന കാരണം, ആമേൻ, ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും പരിശുദ്ധാത്മാവ് പകലിൽ എന്നോട് സംസാരിക്കട്ടെ, ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കാം. പകലിൽ എഴുന്നേറ്റപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ചു. ആമേൻ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അത് 13-ാമത്തെ വാക്യമാണ്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അതിൻ്റെ 14 വീണ്ടും പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാൻ ആണെനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ
ആരാധ്യനേശുവേ, ആരാധ്യനേ യേശുവേ, ആരാധ്യനേ. ചില നിമിഷങ്ങൾ ആമേൻ ഹല്ലേലൂയ കണ്ണുകളുടെ സ്വല്പസമയം നല്ല കർത്താവിനെ സ്തുതിച്ചാടയപ്പാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങ് ഇത്രയും എനിക്ക് ആരാധിച്ചാൽ പോരാ കർത്താവേ. എനിക്കുള്ളതിനേക്കാൾ, എൻ്റെ ജീവനേക്കാൾ അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. അങ്ങയോടായിരിക്കാൻ ഞാൻ വാഞ്ചിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഓരോ നിമിഷങ്ങളിലും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെയും ക്ഷമിച്ച് എൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ബലം നൽകി, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി, ഇന്ന് പകൽ ഞാൻ ആയിരിക്കുന്ന ഓരോ സ്ഥാനത്തും പരിശുദ്ധാത്മാവ് എന്നെ നിറച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. വായിച്ചു കേട്ട തിരുവചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ പറഞ്ഞു ഹല്ലേലൂയ, ആ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ അടിയനായിരിക്കുന്നു. എൻ്റെ സ്വയമായ ഇഷ്ടത്താൽ, എൻ്റെ സ്വന്തമായ ഇഷ്ടത്താൽ ഇന്ന് പകലൊന്നും ചലിപ്പാൻ അനുവദിക്കരുത്. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ ഈ ഹാളിനകത്ത് അങ്ങ് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. തൻ്റെ ജനം ഏത് വിഷയത്തിൻ്റെ മധ്യ ഭാരപ്പെട്ട് നുറങ്ങിയും ആവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു, ഇന്ന് പകലിൽ വലിയൊരു മറുപടിയുമായി ഇതിനകത്ത് എഴുന്നേൽപ്പാൻ, ലൈവിലായിരിക്കുന്ന അവരുടെ ലൈവ് ക്ലോസ് ആകുന്നത് വരെയും അവർ ക്ലോസ് ആയി മടങ്ങി ആമേൻ ആമേൻ അവരുടെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ആമേൻ ദൈവം അവരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. വ്യക്തിപരമായി ഇന്ന് പകലിൽ ചില വ്യക്തികളോട് അങ്ങ് സംസാരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ആമേൻ ഇന്ന് പകൽ ജനം വിടുവിക്കപ്പെടുവാൻ ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആ വിടുതൽ ഇന്ന് പകലിൽ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് അങ്ങ് സഹായിക്കണം. വചനത്തിന്റെ വാതിലുകളെ സ്വർഗം അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. അടിയന് കഴിവില്ല, അടിയന് യോഗ്യതയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ അങ്ങ് നിർത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടു ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ആമേൻ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ്ലി ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വചനം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുൻപിലോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില സാഹചര്യത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് എൻ്റെ ആമേൻ കൺമുൻപിൽ നിരത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ആ വ്യക്തികളെ ഞാൻ പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആമേൻ ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകലിൽ ആ കുടുംബത്തിൽ ആ വ്യക്തികളോട് നിശ്ചയമായി സംസാരിക്കുക തന്നെ ചെയ്യും. അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ആമേൻ മനുഷ്യർ ആമത്തിലൂട്ട് പൂട്ടിയ ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ആമേൻ ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ പൊളിച്ച് 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും ലോകം എത്ര കാവൽ കെട്ടിയാലും, ലോകം എത്ര ചങ്ങലയിട്ട് ആമത്തിൽ ബന്ധിച്ചാലും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന് ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ, ചില മനുഷ്യരെ ബന്ധിച്ച, ചില വ്യക്തികളെ ബന്ധിച്ച, ചില ആമേൻ സഹോദരന്മാരെ ബന്ധിച്ച, ചില സഹോദരിമാരെ ബന്ധിച്ച ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ, ചില ചങ്ങലകൾ ജൂഡാമമ ശംതന രഗൽക്കടകശി ധീവൽ പ്രൗഢവന ശമന ധ്യാനേ രഹസ്യാംധനെ വൈഡമന ധീവലഘടക ശംതന വൈഡ പ്രൗഢവന ധീവലഘടക ശംതനെ. ഇന്ന് പകൽ ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ കൂട്ടത്തോടെ തുറക്കപ്പെടുന്ന പകല ജൂഡബബ ശംതന രഗൽ പ്രൗഢവന ധീവലഘടക ശംധനെ വൈഡമന ധീവലഘടക ശംതന രഗൽ പ്രൗഢവന ധീവലഘടക ശംധനാരകൾ പ്രൗഢവന. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് തന്നൊരു ദൂത കേട്ടോ. ആമേൻ ചില കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ആമേൻ കൂട്ടത്തോടെ തുറക്കപ്പെടുകയും ആമേൻ അത് കൂട്ടത്തോടെ തുറക്കപ്പെടുമ്പോൾ ആമേൻ കാരാഗ്രഹത്തിനായ ഒരു തടവുകാരൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്. ആമേൻ കൂടെയുള്ള ചിലതും ആമേൻ ചില കാരാഗ്രഹങ്ങളൊക്കെ വന്നത് ചിലതൊക്കെ ആമേൻ കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്ക
ബന്ധിക്കപ്പെട്ടത് കൂട്ടത്തോടെ ചിലതിനെ പുറത്തു കൊണ്ടുവരാന് എനിക്കറിയത്തില്ല, ഞാൻ ആരെയും മുഖം നോക്കി പറയുന്ന ദൂതല്ല. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാരാഗ്രഹത്തിനകത്ത് ചങ്ങലയാൽ ആമത്തിൽ പൂട്ട് വീഴ്ന്നിട്ടുണ്ടെങ്കിൽ ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് സഭയുടെ പ്രാർത്ഥന. ജൂഡവന വൈഡനാരകശിയ അർത്ഥപ്രൗഢവന ധീബലഘടക ശബ്ദനാരകൾ കടകശി. ചിലതൊക്കെ ആമേൻ ഹല്ലേലൂയ, ചില തടവുകാരൊക്കെ, ചില ബന്ധിക്കപ്പെട്ടവരൊക്കെ കൂട്ടത്തോടെ ഇന്ന് പകലിൽ തുറക്കപ്പെടുകയാ. ജൂഡബബ അന്തരകജനഘടക ശംഭന വൈഡമന ധീബലഘടക ശംഭനാരകൾ പ്രൗഢമന. ഹല്ലേലൂയ. അത് നിശ്ചയമായി കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്? ആമേൻ. ഏറ്റെടുത്ത ആമേൻ വ്യക്തികളുടെ കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെ പരിശുദ്ധാത്മാവ് തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു തടവുകാരൻ മാത്രമല്ല, അതിൽ ഫോക്കസ് ചെയ്യരുതേ. അതിനകത്ത് നിന്ന് കൂട്ടത്തോടെ ചിലതിനെ പരിശുദ്ധാത്മാവ് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ 4-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ ആമേൻ യേശു കർത്താവ് ഉപവസിച്ച് ആമേൻ കഴിഞ്ഞപ്പോൾ ആമേൻ പിശാച് ആമേൻ പരീക്ഷകൻ ആമേൻ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ ആമേൻ പിന്നാലെ കൂടുന്ന ആമേൻ സാഹചര്യമാണ്, സംഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വളരെ ആമേൻ വ്യക്തമായി നമുക്കവിടെ വായിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ ആമേൻ ഉപവസിക്കുന്ന ആരുണ്ടോ ആമേൻ പിശാച് അവൻ്റെ കൂടെയുണ്ട്. ആമേൻ പ്രാർത്ഥിക്കുന്ന ആരുണ്ടോ അവൻ്റെ വിടുതലിന് തടസ്സം നിൽക്കുവാൻ പിശാച് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ കൂടെ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് പരീക്ഷിക്കാൻ ചെന്നെങ്കിൽ ആമേൻ അതിൻ്റെ ഒരറ്റത്ത് പോലും എത്താത്ത ആമേൻ നമ്മളെ അവൻ എത്രമാത്രം കരങ്ങളിലെടുക്കും, നമ്മളെ എത്രമാത്രം തകർക്കാൻ ആ പിശാച് നമ്മളെ കരങ്ങളിലെടുക്കും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പരീക്ഷയുണ്ടോ? നിനക്കൊരു വിടുതലുണ്ട്. ആമേൻ ഹല്ലേലൂയ. പരീക്ഷകൻ നിന്നോടൊപ്പം ഉണ്ടോ? ആമേൻ. നീ ഭയപ്പെടണ്ട, ഈ പരീക്ഷയിൽ നീ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ആ പരീക്ഷ സഹിക്കുവാൻ നീ തയ്യാറാണോ? സ്വർഗത്തിലെ ദൈവം നിന്നോടൊപ്പം കൂടെയുണ്ട്. ഹല്ലേലൂയ. ചില പ്രതിസന്ധികളെ നോക്കി നീ വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ ഇതോടെ അവസാനിച്ചു, ഇതോടെ ആമേൻ എല്ലാം അവസാനിച്ചു, ഇതോടെ ഈ ചാപ്റ്റർ ക്ലോസ് ആയി. ഇല്ല. ആമേൻ. ചിലതൊക്കെ ഓപ്പൺ ആകുവാൻ പോകുന്നതേ ഉള്ളൂ, ചില വാതിലൊക്കെ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. എനിക്കറിയത്തില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു അഭിഷക്ത കുടുംബം, ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ഇറങ്ങിയ കുടുംബം, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. ചില പരീക്ഷ കണ്ട് നീ ഭയപ്പെട്ടായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ ഈ പരീക്ഷ ആമേൻ നീ സിമ്പിളായി നീ പുറത്തു വരുവാൻ പോകുന്നു. അടുത്തൊരു ലെവലിലേക്ക് ജൂഡവന വൈഡമന ധീവലഘടക ശബ്ദനാരകൾ പ്രൗഢമന. ഇന്ന് വരെ ഇല്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലാണ് നീ കടന്നു പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ തീ നീ നശിക്കുവാനല്ല, ഈ തീ വെന്തു പോകുവാനല്ല, ഈ നദി നീ മുങ്ങിപ്പോകുവാനല്ല. ജൂഡവന ഹതനക ശിയാബ്ദനെ നീ കാൽ ചവിട്ടുമ്പോൾ ആമേൻ ചിലതൊക്കെ ചീറ പോലെ നിന്റെ മുൻപിൽ ആമേൻ വഴിതെളിക്കുവാൻ പോകുക. ജൂഡബബ ശബ്ദന രഗൽ പ്രൗഢവന ധീബലഘടക ശബ്ദന വൈഡന രഗൽ പ്രൗഢവന ധീബലഘടകശി. ചില പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നീ വിശ്വാസത്തോടെ കാൽ വെക്കാൻ തയ്യാറാകുക. ചീറ പോലെ നിനക്ക് വേണ്ടി വഴിയൊരുങ്ങുവാൻ പോകുകയാണ്. റഖലക ശിയാംധനെ വൈഡവന ധീവലഘടക ശബ്ദനാരകൾ കടകശിയ വൈഡ പ്രൗഢവന ധീവലഘടകശി. നിന്ന കേട്ട് പേടിച്ചോടല്ലേ. ആമേൻ ആമേൻ. പരിഹാസം കേട്ട് നീ പേടിച്ചോടല്ലേ. അത് പിശാചിന്റെ തന്ത്രമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതിനേക്കാൾ അപ്പുറം വന്നപ്പോ നമ്മൾ ചാടി കടന്നിട്ടുണ്ടെങ്കിൽ ആമേൻ ഇതിനേക്കാൾ
അതിനേക്കാൾ 100 ഇരട്ടി തീച്ചൂള വന്നപ്പോൾ നമ്മൾ പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് പകൽ ആരോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവ് നിന്നിൽ കാണുന്നുണ്ട്. ഏതിൽ നിന്ന് വീണെന്ന് നോക്കി, ആമേൻ, ഏതിൽ നിന്ന് വീണെന്ന് നോക്കി, ആമേൻ, ഇന്ന് പകൽ നിരപ്പ് പ്രാപിച്ചോ. പരിശുദ്ധാത്മാവ് നിന്നെ ചില സ്ഥാനങ്ങളിൽ മൂർച്ചയേറിയ മെതിവണ്ടിയാക്കി ചില പട്ടണങ്ങൾക്കകത്തേക്ക് ചില രാജ്യങ്ങൾ കടന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കുവാൻ പോവുകയാ. ജൂഡാമന അത്തനക ശബ്ദനാരകൾ പ്രൗഢമന ധീപലകടക ശബ്ദനാരകൾ കടകശി. ആമേൻ, ഹല്ലേലൂയ. ചില വാതിലൊക്കെ ഓപ്പൺ ആയിരിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തോട്ടൊന്ന് കാൽ വെക്കാൻ പറ്റുന്നില്ല. ആമേൻ, പലയിടത്തും ഓടി പലരോടും ചോദിച്ചു, അയ്യോ വാതിലൊക്കെ തുറന്നു, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് അതിനകത്ത് കാൽ വെക്കുവാൻ പറ്റുന്നില്ല? എനിക്കറിയത്തില്ല, മുഖപക്ഷമല്ല. ഞാൻ പറയട്ടെ, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്നൊരു കുറവ് എന്നോടുള്ള ആദ്യ സ്നേഹമല്ല, നിന്നെ വിളിച്ചവന്റെ വിളി. ആമേൻ, നീ ഇറങ്ങിയ സമയത്തുള്ള ആമേൻ വിശ്വാസത്തിന്റെ ഓട്ടം, ആമേൻ, പ്രാർത്ഥനയുടെ ഓട്ടം, ഉപവാസത്തിന്റെ ഓട്ടം. പരിശുദ്ധാത്മാവ് പറയുന്നു, അതൊരു കുറവാ, അതൊരു കുറവാ. നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങുവാൻ തയ്യാറാണോ? നീ മൂർച്ചയേറിയ മെതിവണ്ടിയായി മാറുവാൻ പോകുന്നു. ചില സ്ഥാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വിടുതലുമായി നിന്നെ മടക്കി അയക്കുവാൻ പോകുക. ജൂഡബല അത്തനക ശബ്ദനാരകൾ കടകശി. എനിക്കറിയത്തില്ല, ആമേൻ, ആരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടി, ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ജൂഡബല ഹതനകടകശിയ അർത്ഥനാരകൾ പ്രൗഢമന ദീപലകടക ശബ്ദനാരകൾ പ്രൗഢമനെ വൈഡനാരകൾ പ്രൗഢമന. നിന്റെ ആദ്യ സ്നേഹത്തെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മടങ്ങിപ്പോക്കുന്നതിനൊക്കെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന ലൈവിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയോട് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതിത, ഒരു മടങ്ങിപ്പോക്ക് നീ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് പറയുന്ന ദൂതിത, നിന്റെ ആദ്യ സ്നേഹം മുറുകെ പിടിക്കുമെങ്കിൽ, നിന്റെ ആദ്യ പ്രത്യാശ മുറുകെ പിടിക്കുമെങ്കിൽ, നീ ഇറങ്ങിയപ്പോഴുള്ള വിശ്വാസം, അന്ന് നീ ഓടിയ ഓട്ടം, അന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അന്ന് നീ ഒഴുക്കിയ കണ്ണുനീര്, അന്ന് നീ ദൈവത്തിന് ഓടിയ തീഷ്ണത, അത് നീ മടക്കി കൊണ്ടുവരുമെങ്കിൽ, ഓ റഥാല, വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നീ അടുത്തൊരു കാൽവെപ്പിലേക്ക് ഇറങ്ങുവാൻ പോകുന്നു. നിന്റെ കുടുംബ ജീവിതത്തിന്റെ ലെവൽ, ഓ റീമാനക ശിയാംതനെ, നിന്റെ ആത്മീക ജീവിതത്തിന്റെ ലെവൽ, ഓ റീബാര ശിയാംതന റിഖലക ശിയാംതന വൈഡമന റീബലകടക ശംദന, നിന്റെ തലമുറകളുടെ മേൽ പിശാച് കെട്ടിവെച്ച അടച്ചുവെച്ച ചില വാതിലുകൾ ഇന്ന് പകലിൽ നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക്, നിന്റെ ആദ്യ പ്രത്യാശയിലേക്ക് ഒരു മടങ്ങി വരവ് ഇന്ന് പകൽ പ്രാപിച്ചെടുത്താട്ടെ. ദൈവസന്നിധിയിൽ നീ എവിടെയാണ് വീണതെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് ദൂത് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണെന്ന് തിരിച്ചറിഞ്ഞ്, നീ എവിടെയാണ് വീണെന്ന് തിരിച്ചറിഞ്ഞ്, ചൂടാമന ഹദരക ശിയാംതേനെ വൈഡ പ്രൗഢമന ദീപലകടക ശബ്ദനാരകൾ പ്രൗഢമന, ഒരു മടങ്ങി വരവ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇത് പൊളിയാനല്ല തീ വർദ്ധിച്ചത്. ആമേൻ, ഹല്ലേലൂയ. തകർന്നു പോകാനല്ല കുലുക്കം വന്നത്, നിന്നെ ഉറപ്പിക്കാൻ, ഞാൻ വീണ്ടും വിശ്വസിപ്പിക്കുവാൻ, ആമേൻ, നിങ്ങളെ ഉറക്കുവാൻ ഞാൻ വചനം എടുത്തു തരാം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവിനോട് വായിക്കാൻ പറഞ്ഞതുകൊണ്ടാ പറഞ്ഞേ, ഇന്ന് പകൽ ഏറ്റെടുക്കുമെങ്കിൽ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വെളിപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആമേൻ, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആമേൻ, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, ആമേൻ, ആമേൻ, എല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആമേൻ, നീ ഏതിൽ നിന്ന് വീണെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്
ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാൻ എടുത്ത ടോപ്പിക് ഇതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു ലെവൽ കൊണ്ടെത്തിക്കുന്നു. നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് മാനസാന്തരപ്പെട്ട് അപ്പോൾ ചിന്തിച്ചോളണം, നീ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നത് മാത്രമല്ല, ആമേൻ, മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കാതെ നിന്റെ ജീവിതത്തെ പിശാച് ലോകത്തിന്റെ വഴികളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് പകലിൽ നിന്നോട് വ്യക്തമായി പറയുന്ന ദൂത, സഭയെ കേട്ടോ, നീ ഏതിൽ നിന്ന് വീണതെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ ഓർത്തോണം, ആദ്യത്തെ വിശ്വാസം, ഇറങ്ങിയപ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങിയപ്പോഴുള്ള തീഷ്ണത, ഇറങ്ങിയപ്പോഴുള്ള നിന്റെ ദൈവവുമായിട്ടുള്ള ആത്മീക ബന്ധം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെയൊക്കെയോ എന്തൊക്കെയോ പച്ചപ്പ് കണ്ടപ്പോൾ ആമേൻ നീ വന്ന വഴികളെ മറന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ വന്ന സാഹചര്യത്തെ മറന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആരും വിരോധമായി ഗൗരവത്തോടെ ഇരിക്കരുത്, എന്നോട് വ്യക്തമായി പറഞ്ഞതാ, നീ പൊളിയാതിരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതൂതാ. ആമേൻ. ഏതിൽ നിന്ന് വീണെന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് നിന്റെ കുടുംബ ജീവിതമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, നിന്റെ തലമുറയുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, നിന്റെ സഭയുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, നിന്റെ ആത്മീക ജീവിതമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ. ആമേൻ. എവിടെ വീണു എന്നോർത്ത് ആമേൻ അത് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ആമേൻ ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആമേൻ എന്നോട് ദൂത് പറയുക. ആമേൻ. എത്ര പേർക്ക് ആ പറഞ്ഞ ആലോചന പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആ പിടികിട്ടിയവർ നല്ല കർത്താവിനെ ആമേൻ ഒന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ നിങ്ങൾ എത്രത്തോളം അവിടെ ഇരുന്ന് സ്തുതിയും സ്തോത്രവും റെസ്പോണ്ട് ചെയ്യുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തും. ഞാൻ മെസ്സേജിന് കയറുന്നതിന് മുമ്പേ എൻ്റെ തൊണ്ട കുത്തി കുത്തി ചുമച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർത്തു എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷേ ഇതുവരെയും കർത്താവിനെ നിർത്തി. ആമേൻ. അത് നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് ഉപവസിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പിശാച് ആമേൻ ഹല്ലേലൂയ ഓരോ ചോദ്യവുമായി ഓരോ പദ്ധതിയുമായി ഇതാ യേശു കർത്താവിന്റെ പിന്നാലെ കൂടി. ആമേൻ. ഉപവാസം കഴിഞ്ഞ് ആമേൻ 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ഉപവസിച്ചതിന് ശേഷം പിശാച് ആമേൻ യേശു കർത്താവിനെ കൊണ്ടു നിർത്തിയ സ്ഥലം എവിടെയെന്നറിയാവോ? മരുഭൂമിയിൽ. ആമേൻ. ഉപവസിച്ച സമയത്തെല്ലാം എല്ലാ പച്ചപ്പും ഉണ്ടായിരുന്നു. ആമേൻ. എല്ലാവരും ഉണ്ടായിരുന്നു. ആമേൻ. ഉപവാസം കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ അനുഭവം. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ഉപവാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ മധ്യയായിരിക്കുന്നല്ലോ. മരുഭൂമി ആയിരിക്കാം. ആമേൻ. വെള്ളവും ആമേൻ മഴയും ഇല്ലാതെ വറ്റി വരണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ആമേൻ. നമ്മൾ ചിന്തിക്കും, ഈ വരണ്ട സാഹചര്യത്തിലും നമ്മളെ അസ്ഥികളെ ബലപ്പെടുത്തുവാൻ നമ്മളോടൊപ്പം കർത്താവുണ്ടല്ലോ. അതിന്റെ കൂടെ പിശാചും പരീക്ഷകനായി നമ്മളെ തകർക്കുവാൻ ആമേൻ നീ എന്തിനു വേണ്ടിയാണോ ഇരിക്കുന്നത് അതിനെ ആമേൻ ഉന്മൂലനാശം ചെയ്യുവാൻ, അതിനകത്തൊരു വിടുതൽ കാണാതിരിക്കുവാൻ വേണ്ടി പിശാച് അതിന്റെ ചോദ്യവുമായി ആമേൻ നിന്നോടും എന്നോടും കൂടെയുണ്ട്. ഇതിനെയെല്ലാം ചവിട്ടിക്കളഞ്ഞ് ചവിട്ടി മെതിക്കാനുള്ള ഒരു അധികാരം പ്രാപിച്ചു ഇന്ന് പകൽ ഇതിനകത്തു നിന്ന് മടങ്ങുമെങ്കിൽ നീണ്ട 24 വർഷത്തെ, എനിക്കറിയത്തില്ല ആരോ 24 വർഷം കൊണ്ട് കരയുന്ന ഒരു കണ്ണുനീരുണ്ട്. ആ ഒരേ ഒരു ശബ്ദത്തിന് വേണ്ടി നീണ്ട 24 വർഷം ചൂടവന അന്തനാരകൾ പ്രൗഢവന ദീപലഘടക ശാന്താരകടകശി. എനിക്കറിയത്തില്ല, ഒരു 24 വർഷത്തിന്റെ കണക്ക് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നുണ്ട്. റഥാല ശിയാന്തനെ വൈഡവന ദീപലഘടക ശാന്തന. നീ റിവൈൻഡ് ചെയ്തോ നീണ്ട 24 വർഷം കൊണ്ട് നീ ഒഴുക്കുന്ന ഒരു വിഷയമുണ്ട്. അതിനുവേണ്ടി നീ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണുനീരുണ്ട്. പുറപ്പെടാൻ സമയമായി 24 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുറപ്പെടാനുള്ള ഒരു സമയം. ചൂട ബാബ
രഗന്ധന രഗൽ ശമന വൈഡമന ധീവലഘടക ശംദനാരകൾ പ്രൗഢമന അർഥുന രഗശ്യാം ധേനെ വൈഡ പ്രൗഢമന ധീവലഘടകശി വൈഡമന ധീവലഘടക ശംദാന. ആമേൻ, ഹല്ലേലൂയ. ഈ ആലോചന സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു സഹോദരനെ കാണിക്കുന്നുണ്ട്. ഒരു പാസ്പോർട്ടുമായി ആമേൻ ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആമേൻ, വിശ്വാസത്തോടെ ആ പാസ്പോർട്ടിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ, എനിക്ക് ഇവിടെ നിന്നൊരു പുറപ്പെടൽ ആവശ്യമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോടാ പറഞ്ഞത്. ചില കാത്തിരിപ്പുകൾക്ക് പരിശുദ്ധാത്മാവ് വിരാമം ഇട്ടുകൊണ്ട് ചില പുറപ്പെടൽ ഒരുങ്ങിക്കോ, ചില പുറപ്പെടൽ ഒരുക്കിക്കോ. ജൂഡബബ ഹംദന ഹദനക ശിയാംതരെ വൈഡ പ്രൗഢവന ധീവലഘടക ശംദനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Amen. അതിന്റെ 1 മുതൽ 4 അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. Praise the Lord. ഉപവാസം കഴിഞ്ഞു. ആമേൻ. വിശപ്പ് ആമേൻ ആരംഭിച്ചപ്പോൾ പിശാച് വിശപ്പിനെ അകറ്റുന്ന ആമേൻ മാധുര്യമായ ഭക്ഷണവുമായി ഇതാ ആമേൻ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ആമേൻ അവനോട് കൂടെയായിരുന്നു. ആ വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. ആ വചനത്തെ പരീക്ഷിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ആ വചനത്തെ ആമേൻ കോട്ടിക്കളയുവാൻ പിശാചിത പരീക്ഷകനായി 40 ആമേൻ രാവും പകലും ആമേൻ പരീക്ഷിക്കുവാൻ പരീക്ഷകൻ ഇതാ ആമേൻ യേശുവിന്റെ പിന്നാലെ കൂടി വന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ യേശുവിനോട് പറഞ്ഞ ഒന്നാമത്തെ പരീക്ഷ ഇതാണ്, ഒന്നാമത്തെ ശോധന ഇതാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ, നീ കൽപ്പിക്ക, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിച്ചാൽ ആമേൻ നീ ദൈവപുത്രനല്ലേ, ആമേൻ അത് അപ്പമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ജീവനുള്ള അപ്പത്തിനോട് ആമേൻ ഹല്ലേലൂയ കണ്ണും മൂക്കും ചെവിയും ആമേൻ ഹല്ലേലൂയ ഇതിനൊന്നും ആമേൻ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത പിശാച് എഴുന്നേറ്റ് നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, ആമേൻ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഈ കല്ല് അപ്പമായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ വചനം ശക്തിയായി തിരിച്ച് ആമേൻ ഹല്ലേലൂയ പിശാചിനോട് സംസാരിക്കുവാനിടയായി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വചനത്താൽ. ആമേൻ, ദൈവത്തിന്റെ വചനത്താൽ. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം എന്താണ്? ആമേൻ ഹല്ലേലൂയ. ആമേൻ, എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ ദൈവത്തിന്റെ വചനം എന്താണെന്ന് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും ശബ്ദമഞ്ജുകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടല്ലോ നമുക്ക് കാര്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാര്യമുള്ള ദൈവത്തിന്റെ വചനത്തിനോട് ആമേൻ കളിക്കുവാൻ പിശാചിത ആമേൻ കല്ലിനെ അപ്പമായി തീരുവാൻ കൽപ്പിച്ചുകൊണ്ട് പിശാചിത യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. ആമേൻ, ദൈവത്തിന്റെ വചനം ആരെ ഉള്ളിലുണ്ടോ, ദൈവത്തിന്റെ വചനം ആരെ ഉള്ളിൽ ചലിക്കുന്നുണ്ടോ, പരീക്ഷകൻ കടന്നു വരുമ്പോൾ ആത്മാവിലോട്ട് അങ്ങോട്ട് ഉണർന്നോളൂ, ആത്മാവിൽ അങ്ങോട്ട് പടവെട്ടിക്കോണം. നീ നിന്റെ സ്വന്തം നാവ് കൊണ്ട് പടവെട്ടാൻ നിൽക്കണ്ട. നിന്റെ ഉള്ളിനകത്തുള്ള ആത്മീക മനുഷ്യനുണ്ടല്ലോ, നീ പ്രാപിച്ച അഭിഷേകമുണ്ടല്ലോ, നീ പ്രാപിച്ച ദൈവകൃപയുണ്ടല്ലോ, ഉള്ളിനകത്ത് വിതയ്ക്കപ്പെട്ട വിത്തുണ്ടല്ലോ, അതങ്ങോട്ട് നിന്റെ ഉള്ളിനകത്ത് പരിവർത്തിച്ചു തുടങ്ങണോ. പിശാചേ, നിന്റെ തന്ത്രത്തിന് ഞാൻ അടിമപ്പെട്ട് പോകത്തില്ല. ഇയ്യോബിന്റെ ജീവിതത്തിലും പിശാച് പരീക്ഷകനായി കടന്നു വന്നപ്പോൾ അവന്റെ ആയുസ്സിനെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം പെർമിഷൻ കൊടുത്തില്ല. കർത്താവ് പറഞ്ഞു, നീ അവന്റെ ശരീരത്തെ എടുത്തോ, നീ അവന്റെ കുടുംബത്തെ എടുത്തോ, നീ അവന് കൊടുത്തിട്ടുള്ള എല്ലാ
സമ്പാദ്യങ്ങളെയും കൊടുത്തോ എനിക്കത് മടക്കി കൊടുക്കുവാൻ കഴിയും. ആമേൻ. എങ്കിലും യോബ് എന്നെ തള്ളിപ്പറയത്തില്ല. ഇന്ന് പകലിലും സകലതും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി ഇനിയൊരു പച്ചപ്പില്ലാതെ വേണം എന്റെ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയോ ഇന്ന് പകലിൽ ആമേൻ എന്റെ മുൻപിലും ആമേൻ ലൈവിലും കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, പിശാചിന് നിന്റെതല്ല കവർന്നു കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. പക്ഷേ ശത്രു കൊണ്ടുപോയ സകലതിനെയും നീ കൊള്ളയിടുവാൻ പോകുക. വിശ്വാസത്തോടെ ആമേൻ പറ. പിശാച് കൊണ്ടുപോയ നല്ല വർഷങ്ങൾ, പിശാച് കൊണ്ടുപോയ നിന്റെ ഇന്നലകളുടെ സന്തോഷങ്ങൾ, പിശാച് കൊണ്ടുപോയ നിന്റെ നല്ല ആരോഗ്യത്തിന്റെ ഇന്നലകൾ, പിശാച് കൊണ്ടുപോയ നിന്റെ ഇന്നലകളിലെ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ, പിശാച് കവർന്നു കൊണ്ടുപോയ നിന്റെ ഇന്നലെ വരെയുള്ള തലമുറകളുടെ സന്തോഷങ്ങൾ, ഓ റഥാല ശിഖാന്തനെ റിഖാലകശിയ വൈഡ പ്രൗഢവന 7 മടങ്ങ് ഒരു വർധനവായി ജൂഡബബ രഗനക ശിയാന്തനെ വൈഡ പ്രൗഢവന ദീപലഘടക ശബ്ദന ചൂടമന ഹതനഘടക ശിയാന്തനെ. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതാകട്ടോ, ആമൻ ഇന്നലെ വരെ പിശാച് കവർന്നു കൊണ്ടുപോയത് 7 മടങ്ങ് നിന്റെ ജീവിതത്തിൽ മടക്കി നൽകുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷമാകട്ടെ, നിന്റെ സാമ്പത്തികമാകട്ടെ, നിന്റെ ആരോഗ്യമാകട്ടെ, ആമൻ നിന്റെ ഏത് ആമൻ ആത്മീക ജീവിതത്തിന്റെ ലെവലാകട്ടെ, ഇന്നലെ വരെ പിശാച് കവർന്നെങ്കിൽ ഇന്നലെ വരെ അതിന് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആമൻ ഇന്നലെ വരെ പിശാചിന് അതിന് പെർമിഷൻ ഉണ്ടായിരുന്നു. ആ ഇന്നലെയുടെ വരയെ കർത്താവ് അങ്ങ് മാറ്റി. ജൂഡബബ ശിയാന്തനെ റീമലക ശിയാന്തന. ചില വ്യക്തികൾ ചിലത് നാവ് കൊണ്ട് പറഞ്ഞത് നന്മയ്ക്ക് കാരണമായി തീരുവാൻ പോകുന്നു. നീ ചിലപ്പോൾ ഒരുങ്ങി ആമേൻ ഭാരപ്പെട്ട് കാണും. എങ്കിലും എൻ്റെ മകനിൽ നിന്ന്, എങ്കിലും എൻ്റെ മകനിൽ നിന്ന്, എങ്കിലും എൻ്റെ മകളിൽ നിന്ന്, എങ്കിലും എൻ്റെ ഭാര്യയിൽ നിന്ന്, എങ്കിലും എൻ്റെ ഭർത്താവിൽ നിന്ന്, എങ്കിലും എൻ്റെ നാട്ടുകാരിൽ നിന്ന്, എങ്കിലും ഞാൻ സ്നേഹിച്ചവരിൽ നിന്ന് ഇത് കേട്ടല്ലോ. ആമേൻ. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവ പ്രവർത്തിക്ക, അതൊരു നന്മയ്ക്ക, അതൊരു ഉയർച്ചയ്ക്ക. ജൂഡബല ഹതരക ശിയാംധനെ വൈഡമന ധീബലഘടക ശബ്ദനാരകൾ പ്രൗഢവന ധീബലഘടക ശബ്ദനാരകൾ പ്രൗഢവന. ആമേൻ. ഹല്ലേലൂയ. പിശാച് അവിടെയും വിട്ടോ. ആമേൻ. ഹല്ലേലൂയ. അവനെ ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയി നിർത്തി. ആമേൻ. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞു, ആമേൻ നീ ഇവിടെ നിന്ന് ചാട്, ഇവിടെയുള്ള സകല അധികാരങ്ങളും ആമേൻ ഞാൻ നിനക്ക് നൽകാം, നിനക്ക് സകലതും നൽകാം. ഹല്ലേലൂയ. ആമേൻ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും സൃഷ്ടിച്ചവനോട് മുമ്പിൽ ഒരു വാക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, അധികാരമുള്ള ഒരു വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച കർത്താവിനോട് പിശാചിന് ഫൈറ്റ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിനകത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ടോ, നീ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണോ, ഇന്ന് പകൽ പിശാചിനോട് എതിർത്തു നിൽക്കാനുള്ള ദൈവിക കൃപ അത് നീ പ്രാപിച്ചിട്ട് വേണം മടങ്ങിപ്പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജൂഡബന ഹദനഘടക ശബ്ദന വൈഡമന ധീബലഘടക ശബ്ദനെ വൈഡാന റീബലഘടക ശൈഡമനാരകൾ ഘടകസിയ. ഹല്ലേലൂയ. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 6-ാം അധ്യായം ആമേൻ അതിന്റെ 11 ഇപ്രകാരം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ആമേൻ. ഇതിനെ ജയിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? ആമേൻ സർവായുധ വർഗം ആമേൻ എടുത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവിക കൃപ പ്രാപിക്കുവാൻ തയ്യാറാണോ? സ്വർഗം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. പിശാച് തന്ത്രവുമായി വരുമ്പോൾ ആ വചനമെടുത്തൊന്ന് എയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? ആ വചനമെടുത്ത് നീ പ്രാപിച്ച കൃപ, നീ കേട്ട വചനം, നിന്റെ ഉള്ളിനകത്ത് ഉരുവായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വചനം നീ എടുത്ത് ഉപയോഗിക്കാൻ
പഠിക്കുവാൻ തയ്യാറാണോ? 100% അടിവരയിട്ട് ഞാൻ പറയട്ടെ, ആ പരീക്ഷയിൽ പിശാച് തോറ്റുപോകും. നിന്നിലൂടെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുന്നതിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒന്നുമില്ലാത്തവനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനവാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് ജാതികൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആര്, ആമേൻ, ദൈവത്തിനോടൊപ്പം കൂടെ നടന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം ആര് ചുമന്നിട്ടുണ്ടോ? ആമേൻ. നിന്റെ നല്ല കാലത്ത് നീ ഈ വചനം എടുക്കുമെങ്കിൽ നിന്റെ ആകാത്ത കാലത്ത് ഇത് തന്നെ ചുമക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നിന്റെ നല്ല കാലത്ത് നീ ഇത് ചുമന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആകാത്ത കാലത്ത് ഇത് നിന്നെ ആനന്ദ നൃത്തം ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഭവമുള്ളോണ്ടാ പറയുന്നേ, അനുഭവമുള്ളോണ്ടാ പറയുന്നേ. ഒത്തിരി ഭക്തരുടെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? ആമേൻ, ഹല്ലേലൂയ. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു ഓടി. ആമേൻ. നല്ല വാഹനമില്ല, ആമേൻ. നടരാജ വണ്ടിയിൽ യാത്ര ചെയ്തു. ഉടുക്കാൻ നല്ല വസ്ത്രമില്ല, കഴിക്കാൻ നല്ല ഭക്ഷണമില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒത്തിരി ദൂരം നടന്നും ആമേൻ ചൂട്ടും കത്തിച്ചൊക്കെ പോയിട്ടുണ്ട്. എൻ്റെയും മാതാപിതാക്കൾ അങ്ങനെ കൊണ്ടുപോയത്. പക്ഷേ ആമേൻ അവരുടെ പൂർവ്വസ്ഥിതിയേക്കാൾ, ആമേൻ, ഹല്ലേലൂയ, അവരുടെ അവസാന നാളുകൾ എത്തിയപ്പോൾ ആമേൻ ഈ വചനം അവരെ ചുമന്നുകൊണ്ട് നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ വചനം ചുമക്കുമെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് നീ അനുസരിക്കുമെങ്കിൽ, ഒരു സ്ഥാനത്തും നീ ദൈവത്തെ തള്ളി പറയാതെ, ആമേൻ, ലോകം തരുന്ന ഒരല്പ നന്മയ്ക്ക് വേണ്ടി, ലോകം തരുന്ന ഒരല്പ സുഖത്തിന് വേണ്ടി നീ ദൈവത്തെ വിട്ടുകളയാതെ മുറുകെ പിടിക്കുമെങ്കിൽ നിശ്ചയമായും നീ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ പരീക്ഷ കഴിയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഈ പരീക്ഷ ആമേൻ കഴിഞ്ഞ ശേഷം, ആമേൻ, ഈ പരീക്ഷകന്റെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഈ ആമേൻ വചനവും എടുത്തുള്ള ഫൈറ്റിംഗ് കഴിഞ്ഞ ശേഷം നമുക്കവിടെ കാണുവാൻ കഴിയും 14-ാമത്തെ വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. ആമേൻ. പിശാച് സകല പരീക്ഷയും ആമേൻ യേശുവിനോട് തികച്ചു. ആമേൻ. 1 2 3 അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യുവാൻ പറ്റോ അതെല്ലാം തികച്ച ശേഷമാണ് ആമേൻ പിന്നെ കുറെ കാലത്തേക്ക് ആമേൻ ആമേൻ വിട്ടുകളഞ്ഞത്. പലപ്പോഴും നമ്മുടെ കൂടെ എന്തുകൊണ്ടാണ് വീണ്ടും പിശാച് കണ്ടിന്യൂ ചെയ്യുന്നത്? 1 പറയുമ്പോൾ 2 പറഞ്ഞ്, 2 പറയുമ്പോൾ 4 പറഞ്ഞ്, 4 പറയുമ്പോൾ അത് 8 പറഞ്ഞ്, ഇങ്ങനെ ആമേൻ സ്ക്വയർ ടൈപ്പ് പോകുന്നത്. എത്ര ആമേൻ ഹല്ലേലൂയ പറയാൻ കഴിയുമോ അതിനനുസരിച്ച് ഫൈറ്റിംഗ്. പക്ഷേ ദൈവത്തിന്റെ വചനം കൊണ്ട് ആമേൻ നീ ആമേൻ ഫൈറ്റ് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ വിട്ടോടിപ്പോകും. അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടും. ഹല്ലേലൂയ. അവൻ ഒരു വഴിയായി വരും, പിന്നെ ഏത് വഴിയെ പോണമെന്ന് അവന് തിരികെ ഓടുവാൻ പറ്റാതെ വണ്ണം ലക്ഷ്യമില്ലാതെ അവൻ 7 വഴിയായി ഓടിപ്പോകുവാൻ ഇടയായി തീരും. ആമേൻ. ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായി നമ്മൾ കണ്ടു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഒരു കുറെ കാലത്തേക്ക് നീ ദൈവത്തിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ദൈവവചനം ഉള്ളിനകത്ത് സംഗ്രഹിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കുമെങ്കിൽ പിന്നെ കുറെ കാലത്തേക്ക് ആമേൻ അവൻ നിന്റെ അടുക്കൽ വരത്തില്ല. ആമേൻ. അവൻ ഇരുന്ന് വർഷങ്ങളോളം പുതിയ പ്ലാൻ ചെയ്യും. ഇനി അവളെ എങ്ങനെ തകർക്കാം, ഇനി അവന്റെ വിശ്വാസത്തെ എങ്ങനെ തകർക്കാം, ഇനി എങ്ങനെ വേലി പൊളിച്ച് അവരെ ഭവനത്തിൽ കയറാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവിനെ ആവട്ടെ ഈ പരീക്ഷ ആമേൻ തികച്ച ശേഷം പിന്നെ കർത്താവ് പോകുന്നത് എങ്ങനെയാ? ആത്മാവിന്റെ ശക്തിയോടെ. ഈ ദൂത എന്നെ വളരെ ഉള്ളിനകത്ത് ടച്ച് ചെയ്തത്. പ്രിയ വാത്സല്യ മാതാപിതാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നീ പ്രശ്നത്തിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവവുമായി ഒരു ബന്ധം പുലർത്തുന്ന വ്യക്തിയാണോ, ഈ പരീക്ഷ തികച്ച ശേഷം പിന്നെ നീ പുറപ്പെടുന്നത് ആത്മാവിന്റെ ശക്തിയോടെ ആയിരിക്കണം. എത്ര പേർക്ക് ആ ദൂത് പിടികിട്ടി എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നീ പുറത്തു വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെ. പിന്നെ നീ പുറപ്പെടാൻ പോകുക ആത്മാവിന്റെ ശക്തിയോടെ. ആമേ. തെക്കല്ല വടക്കല്ല പടിഞ്ഞാറല്ല കിഴക്കല്ല, നീ രാജ്യങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെടുവാൻ പോകുക. ജൂഡബല അത്തനക ശബ്ദനാരകൾ പ്രൗഢവന ധീവലഘടക ശബ്ദനാരകൾ പ്രൗഢ
ഉള്ളവന് ദീപലഘടകശി. ഈ പരീക്ഷ സഹിക്കണമെങ്കിൽ ആ ദൈവകൃപ നിങ്ങൾക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പരീക്ഷ സഹിക്കണമെങ്കിൽ ആമേൻ ദൈവകൃപ ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം ഉള്ളിനകത്ത് സംഗ്രഹിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ആ ചൈതന്യം നിന്റെ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ പരീക്ഷ കഴിയുമ്പോൾ നീ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെടുവാൻ പോകുന്ന വിശ്വാസത്തോടെ ആ നെഞ്ചത്ത് കരം വെച്ച് പറ, എന്റെ പരീക്ഷ എല്ലാം തികച്ച ശേഷം ഞാനിതാ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെടുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണുകളടച്ചോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് സംസാരിച്ചതുപോലെ അങ്ങയുടെ വചനം തിരുവഴുത്തുനിന്ന് സംസാരിക്കുവാനിടയായി കർത്താവെ കേട്ട ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിനകത്ത് കേട്ട വചനം 30, 60, ആമേൻ 100 മേനി അവരുടെ ജീവിതത്തിനകത്ത് കൊയ്തെടുക്കുവാൻ സ്വർഗം അങ്ങ് സഹായിക്കണം. അങ്ങ് സംസാരിച്ചുവല്ലോ, അതവരുടെ ജീവിതത്തിനകത്ത് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.